നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ശ്രീകല, എന്താ കാര്യം? ശ്രീകല ഇത് എപ്പോ വന്നു? സിദ്ധു എവിടെ? സിദ്ധു എവിടെയെന്ന് പ്രശ്നം വച്ചപ്പോ പലകയിൽ തെളിഞ്ഞത് ഏതാരുടെ രാശിയായിരുന്നു? ആരുടെ രാശി? അശ്വതി. അശ്വതി എങ്ങനെയാണോ രാശിയാവുന്നത്? അതൊരു നക്ഷത്രമല്ലേ? അല്ല, ഏതു ഭാവചക്രത്തിലെ എത്രാം ഭാവം കൊണ്ടാണ് ഇവിടെ ദുർമരണം ഉണ്ടാവുമെന്ന് ജോത്സ്യർ പറഞ്ഞത്? പണി പാളി. ഇനി ഇയാൾ എങ്ങനെ എന്റെ പേര് പറയൂ? ഉദരനിമിത്തം ബഹുകൃത വേഷം. അതെ, ഈ വേഷം കെട്ടല് ഇവിടെ വേണ്ട. ഇയാളെ എനിക്ക് വിശ്വാസമില്ലാന്ന് പറഞ്ഞതിന്റെ കാര്യം എല്ലാവർക്കും ബോധ്യമായല്ലോ. അതുകൊണ്ട് ആരാണോ ഇയാളെ വിളിച്ചു കൊണ്ടുവന്നത് അയാള് തന്നെ ഇയാളെ പറഞ്ഞയക്കുക. ഇല്ലെങ്കിലേ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അമ്മ പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി ഞാനൊരു വേഷം കിട്ടിയതാ. ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കല്ല വേണ്ടത്, കടന്നു പോടോ. ഒരു പ്രശ്ന വിചാരത്തിന്റെ ആവശ്യമില്ല. വിവാഹങ്ങൾ യാതൊരു തടസ്സമില്ലാതെ നടക്കും. ഞാൻ കുട്ടനെയും കൊണ്ട് അമ്പലത്തിൽ പോയി ഒരു സ്വർണ്ണമാല കാണിക്ക് സമർപ്പിച്ചു. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ തന്നെ അതിലങ്ങ് തീർന്നോളൂ. മുത്തശ്ശ, അവിടെ ഭാർഗവി അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. എല്ലാം സുഖമായി. ആ, സുഖായോ? ബോധം വീണു. മുത്തശ്ശിക്കിപ്പോ പ്രയാസങ്ങളൊന്നുമില്ല. ഭാഗ്യം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ടാണല്ലോ ഒരു കുഴപ്പമുണ്ടാവാതിരുന്നത്. സുഖായോ? അല്ല മോളെ, എന്തായിരുന്നു ഭാർഗവി അമ്മയ്ക്ക് സംഭവിച്ചത്? മുത്തശ്ശി പതിവായി കഴിക്കുന്ന ഗുളിക കഴിച്ചില്ല, അതുകൊണ്ടാ ബോധക്കേടുണ്ടായതെന്നാ മുത്തശ്ശി പറയുന്നേ. എന്തായാലും സുഖപ്പെട്ടല്ലോ. അത് കേട്ടത് തന്നെ ആശ്വാസമായി. അപ്പൊ ഇനി വിവാഹം നടത്തുന്നതിൽ തടസ്സമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു തടസ്സമില്ല മുത്തശ്ശ. വിവാഹമൊക്കെ നടക്കും. നിങ്ങൾ അവിടെ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ. ശരി മോളെ, ഇതറിയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. മോള് വെച്ചോ. എന്നാ ശരി മുത്തശ്ശ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? സമാധാനമായി. അപ്പൊ നിർത്തിയെടുത്ത് തന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം അല്ലേ അച്ഛാ? തുടങ്ങാം. ഞാനേ കാറ്ററിംഗുകാരെയൊക്കെ ഒന്ന് വിളിക്കട്ടെ. ഞാനേ ഈ സന്തോഷ വാർത്ത അഞ്ജുന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് വരാം. അച്ഛൻ ആരെയാ അന്വേഷിക്കുന്നത്? ഞാൻ ആ ശ്രീകലെ നോക്കായിരുന്നു. അവളുടെ ഒച്ച എനക്കൊന്നും കേൾക്കുന്നില്ല. അത് ശരിയാണല്ലോ. അവളിത് എവിടെ പോയി? അച്ഛൻ വാ, നമുക്ക് നോക്കാം. ശ്രീകലേ, ശ്രീകലേ, ഇവിടെയൊന്നും ഇല്ലല്ലോ അച്ഛാ. എവിടെ പോയി അവള്? ശ്രീകലേ, ശ്രീകലേ. അവളെ കാണുന്നില്ലല്ലോ മോളെ. അവളിത് എവിടെ പോയി?
അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ ശ്രീകലെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം. ശരി മോളെ. ഹലോ ശ്രീകല, നീ ഇത് എവിടെയാ? ഞങ്ങൾ ഇവിടെ മുഴുവൻ തിരക്കിയല്ലോ. ഞാനിപ്പോ ഗോപികയുടെ വീട്ടില. പൊന്നാരം തോട്ടത്തോ? നീ എന്തിനാ അവിടെ പോയേ? എനിക്ക് എന്റെ മോളുടെ ജീവിതം രക്ഷിച്ചേ മതിയാകൂ. അതിനുവേണ്ടി ഞാനൊരു അവസാന ശ്രമം നടത്താൻ പോവാ. ശ്രീകലെ, ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. എന്നോട് ഇനി ആരും ഒന്നും പറയണ്ട. എനിക്കിനി ഒന്നും കേൾക്കുകയും വേണ്ട. ഇതൊരു തീരുമാനത്തിൽ എത്തിയിട്ടേ ഞാൻ വരൂ. ഹലോ, ആരുമില്ലേ ഇവിടെ? ആരുമില്ലേ? ഗോപികേ, എന്താ ശ്രീകല, എന്താ കാര്യം? ശ്രീകല ഇത് എപ്പോ വന്നു? സിദ്ധു എവിടെ? സിദ്ധു എവിടെയെന്ന് എനിക്ക് സിദ്ധുവിനെ ഒന്ന് കാണണം. സിദ്ധു അവനെവിടെയെങ്കിലും കാണും. ഏതായാലും ഈ മുറിയിലില്ല. എന്താ കാര്യം? എന്തിനാ സിദ്ധുവിനെ അന്വേഷിക്കുന്നേ? എനിക്ക് സിദ്ധുവിനെ കാണണം. കണ്ടേ പറ്റൂ. ഈ സ്ത്രീകളിലേക്ക് ഇത് എന്തു പറ്റി? ഭ്രാന്തി പിടിച്ചോ ഇവക്ക്? ചിലപ്പോ നമുക്കെന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ഉദ്ദേശവുമായിട്ടാണ് സ്ത്രീകളെ വന്നതെങ്കിലോ? നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.